ഈ വീഡിയോയിലൂടെ കണ്ടീഷണൽ ഫോർമാറ്റിങ്ങിലുള്ള ഡാറ്റ ബാർസ്, അതേപോലെ കളർ സ്കെയിൽസ്, ഐക്കൺ സെറ്റ്, അങ്ങനെ 2-3 കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ ആദ്യം ഡാറ്റ സെലക്ട് ചെയ്തു. കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ഡാറ്റ ബാർസിൽ ഫസ്റ്റ് വരുന്ന സെക്ഷൻ എന്ന് പറയുന്നത് ഗ്രേഡിയൻ ഫില്ലാണ്. അപ്പോൾ നമുക്ക് ഇതിലത്തെ ഏത് കളറിൽ വേണമെന്നുണ്ടെങ്കിലും ബ്ലൂ, ഗ്രീന്, റെഡ്, പിങ്ക്, അങ്ങനെ ഏത് കളറിലും ഉണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു കളർ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഫസ്റ്റ് ഡാർക്ക് ആയിരിക്കും, പിന്നെ അതിങ്ങനെ ലൈറ്റ് ആയിട്ട് വരികയായിരിക്കും. ഇതിൻ്റെ ഈ ഒരു ഗ്രേഡിയൻറ്റിൻ്റെ പ്രത്യേകത. ഇപ്പോൾ അവിടെ നമ്മൾ 100 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് വരും. ഓക്കെ, ഡാറ്റ നമ്മൾ മാറ്റി കൊടുക്കുന്നതിനനുസരിച്ചിട്ട് ആ ഒരു ബാറും അതേപോലെ മാറുന്നതാണ്. നെക്സ്റ്റ് ഡാറ്റ സെലക്ട് ചെയ്തു. കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ഡാറ്റ ബാർസിൽ സോളിഡ് ഫില്ല്, അതായത് ഒന്നും കൂടി ഡാർക്ക് ആയിട്ടായിരിക്കും ഇതിൻ്റെ കളർ ഉണ്ടാവുക. ആ 2 വ്യത്യാസം മാത്രമേ ഇതിനകത്തുള്ളൂ. ഓക്കെ, നമ്മൾ സെലക്ട് ചെയ്തു. ഇനി നെക്സ്റ്റ് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് കളർ സ്കെയിൽ. ഓക്കെ, ഇത് കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഫസ്റ്റിലത്തെ മാത്രം ഒന്ന് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഡാർക്കായി, പിന്നെ അതിങ്ങനെ ഡാറ്റ വാല്യൂ കൂടുന്തോറും ഇതിങ്ങനെ ലൈറ്റായി വന്ന് പിന്നെ അടുത്ത കളറിലേക്ക് ഡാർക്കായി പോകുന്ന ആ രീതിയാണ് ഈ ഒരു കളർ ഗ്രേഡിങ്. ഓക്കെ, ഇത് സാധാരണ നമ്മൾ ഈ പ്രൊഡക്റ്റിൻ്റെ ടെമ്പറേച്ചർ അങ്ങനത്തെ ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്കാണ് കൂടുതൽ യൂസേജ് കാര്യങ്ങൾ ഇതിന് വരുന്നത്. ഓക്കെ, കൂടുതൽ ആൾക്കാരും പ്രിഫർ ചെയ്യുന്നത് നമ്മൾ ഈ ഡാറ്റ ബാർസിലായിരിക്കും. ഇനി നെക്സ്റ്റ് വരുന്നത് ഐക്കൺ സെറ്റ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഡാറ്റ സെലക്ട് ചെയ്തു, കണ്ടീഷണൽ ഫോർമാറ്റിൽ ഐക്കൺ സെറ്റ്സ്. ഇതിൽ നമുക്ക് ഏത് ഐക്കൺ വേണമെന്നുണ്ടെങ്കിലും കൊടുക്കാം. ഇപ്പോൾ ആരോസ് ഉണ്ട്, അതേപോലെ ഈ ട്രാഫിക് റൂൾസ് ഒക്കെ അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മളെ മൊബൈലിൻ്റെ റേഞ്ചിൻ്റെ ആ ഒരു ഐക്കണുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതുണ്ട്, സ്റ്റാർസ് ഉണ്ട്. അങ്ങനെ ഒരുവിധം എല്ലാ ഐക്കണുകളും ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം ഇപ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് നോക്കാം. ഓക്കെ, ഞാൻ ആരോസ് കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഏറ്റവും ചെറിയ നമ്പറിന് താഴോട്ടുള്ള ആരോയും, അതേപോലെ മിഡിലുള്ളത് റൈറ്റിലേക്കും, ഏറ്റവും ടോപ്പുള്ളത് മുകളിലേക്കും ആരോ ആയിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഡാറ്റ ഇവിടുന്ന് മാറ്റി കൊടുക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക് അത് ആരോസും മാറുന്നതായിരിക്കും. ഓക്കെ, ഇനിയിപ്പോൾ ഇതിൽ ആരോസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡാറ്റ സോർട്ട് ചെയ്യാം. ഓക്കെ, അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഡാറ്റയിൽ പോവുക, സോർട്ട്. ഇതിൽ നമ്മുടെ 4th നമ്പർ സെലക്ട് ചെയ്തു. ഓക്കെ, അതായത് ഈ കോളത്തിലാണല്ലോ നമ്മൾ ഡാറ്റ ഉള്ളത്. ഇനി അതിൻ്റെ സെൽ വാല്യൂസ് ഇവിടെ മാറ്റിയിട്ട് നമ്മൾ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ഐക്കൺ എന്നുള്ളത് സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഓർഡറിൽ നമുക്ക് ഏത് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ഈ ടോപ്പ് ഈ ഗ്രീൻ അപ്പ് ആരോ എന്നുള്ളത് കൊടുത്തിട്ട് അത് ടോപ്പിൽ വരുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, സെറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഓക്കെ, കണ്ടില്ലേ, ടോപ്പിൽ വന്നിട്ടുണ്ട്. കണ്ടീഷണൽ ഫോർമാറ്റിംഗ് റൂൾസ് എല്ലാം ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ കണ്ടീഷണൽ ഫോർമാറ്റിംഗിൽ പോവുക, ക്ലിയർ റൂൾസ് ഫ്രം എൻ്റർ ഷീറ്റ്. ഓക്കെ,